ഇപ്പോൾ പവർ റൂമിലേക്ക് കയറാനുള്ള ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടാസ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ആവണം, എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും അവരുടെ മെയിൻ ചോദ്യങ്ങൾ, ആരെയൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഉള്ളൊരു പ്രിപ്പറേഷൻ എല്ലാ ടീമുമാരും എടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് സായിയുടെ ടീം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ സായിയുടെ ടീമിൽ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സായിയെ നമ്മുടെ ജാസ്മിൻ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സായിയെ. അപ്പോൾ മാത്രമല്ല ജിൻഡോയോടും നമ്മുടെ ജാസ്മിന് ഉദ്ദേശമുണ്ട്. നോറ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ നന്ദനയോടും നമ്മുടെ ജാസ്മിന് ദേഷ്യമാണ്. പിന്നെ ഇച്ചിരിയെങ്കിലും ഒരു അടുപ്പം തോന്നുന്നത് അഭിഷേക് നമ്മുടെ ജയദീപിനോട് മാത്രമാണ്. ബാക്കി എല്ലാവരോടും ജാസ്മിനൊരു ദേഷ്യമുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. അപ്പം ക്യാപ്റ്റനാണ് ഇവിടെ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം ആ ഒരു ബേസിൽ എന്തൊക്കെയായിരിക്കും എന്ന രീതിയിൽ സായി ഈ ഒരു ടീമിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നോറ പറയുന്നുണ്ട് നമുക്ക് പ്രേക്ഷകർ, ഇപ്പം നമ്മൾ ഈ ഗെയിമിൽ തോറ്റോട്ടോ കുഴപ്പമില്ല, പക്ഷേ പ്രേക്ഷകരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. പ്രേക്ഷകരുടെ അടുത്ത് നമുക്ക് മാർക്ക് കിട്ടണം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ മറുപടി പറയേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറേയും കൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സായിയാണ് കേട്ടോ. അത് സായിയുടെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് കേട്ടോ. അതായത് സായി ആ ഒരു ടീമിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഒന്നും കൂടി ശ്രദ്ധിക്കപ്പെടും അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുണ്ടാകുന്ന വിജയം മൊത്തം സായിയുടെ പേർക്ക് തന്നെ ആകും. അപ്പോൾ അത് സായിയുടെ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് പൊളിച്ചില്ലെങ്കിൽ സായിക്കായിരിക്കും ആ ടീമിൽ കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. മാത്രമല്ല സായി ഒരുപാട് നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് സായിയുടെ അടുത്തായിരിക്കും. കാര്യം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ വേറെ പല കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ സായി പറയുന്നുണ്ട്. അപ്പം എന്തായാലും കണ്ടു തന്നെ അറിയാം ഈ ഒരു ടീമിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ എന്തായാലും നമ്മുടെ നന്ദനയൊക്കെ ആയിട്ട് നല്ല ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട് ജാസ്മിൻ. എന്തായാലും നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.